മൾട്ടിപ്പിൾ ഇന്റഗ്രലിനകത്തുള്ള അടുത്ത ടോപ്പിക്കാണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ നോൺ റെക്ടാങ്കുലർ റീജിയൻ. അപ്പോൾ ഇവിടെ നോൺ റെക്ടാങ്കുലർ റീജിയൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ ലിമിറ്റ് ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അതിനെയാണ് നമ്മൾ നോൺ റെക്ടാങ്കുലർ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഇന്റഗ്രേഷൻ എന്താണ്? ഇന്റഗ്രൽ എ ടു ബി ഇന്റഗ്രൽ g1 of x to g2 of x f of x, y dy dx. ഫസ്റ്റ് നമ്മൾ എന്താണ് y വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലിമിറ്റ് എന്താണ്? g1 of x to g2 of x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തായിരിക്കും? x ആയിരിക്കും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലിമിറ്റ് എന്തായിരിക്കണം? ഫംഗ്ഷൻ ഓഫ് x ആയിരിക്കണം. പിന്നെ റിസൾട്ട്, പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. എക്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത ശേഷം y വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. എക്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ലിമിറ്റ് എന്താണ്? h1 of y to h2 of y. അപ്പൊ എക്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലിമിറ്റിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കണം? y വെച്ചിട്ട് ഉള്ളതായിരിക്കണം. പിന്നെ ഇതിന്റെ ലാസ്റ്റ് റിസൾട്ടിനകത്ത് വേരിയബിൾസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു കോൺസ്റ്റന്റ് ടേം ആണ് നമ്മൾ കിട്ടേണ്ടത് കേട്ടോ. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളും. ഒന്നാമത്തെ പ്രോബ്ലം ആണ് ഇന്റഗ്രൽ -1 to 1 ഇന്റഗ്രൽ x square to x y square dy dx ഈസ് ഓപ്ഷൻ എ 1/15, ബി 2/15, സി 1/5, ഡി 4/15. ഓക്കെ, ഒന്നാമത്തെ നമ്മൾ നോക്കേണ്ട ആദ്യം എന്താണ്? y വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ ലിമിറ്റ് എന്താണ്? ഫംഗ്ഷൻ ഓഫ് x ആണ്. അപ്പൊ ഇത് കറക്റ്റ് ഫോമിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും ഇന്റഗ്രേഷൻ ഓഫ് -1 to 1 അത് നമ്മൾ y വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ x കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ y³ 3 y സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് y⁻³ ഓക്കെ, x⁻n+1 ഡിവൈഡ് ബൈ n+1 എന്നുള്ള ഫോം. അപ്പൊ ലിമിറ്റ് എന്താണ്? x² to x dx. ഇനി നമ്മള് yക്ക് നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പൊ -1 to 1 x/3 ഇൻറ്റു yക്ക് നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ് x³ മൈനസ് yക്ക് x² കൊടുക്കുകയാണ്. അപ്പൊ x² dx. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? x² ഉണ്ട്. x⁻m⁻n എന്ന് പറയുന്നതായും x⁻m into n രണ്ടും തമ്മിൽ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോ ഇന്റഗ്രേഷൻ -1 to 1 x/3 x³ മൈനസ് m into n. അപ്പൊ 2 into 3 is equal to 6 x⁻6 dx. ഓക്കെ, ഇവിടെ x ഉണ്ട്, ഇവിടെ x³ x⁻−6. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? x വെച്ചിട്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇന്റഗ്രേഷൻ -1 to 1 1/3 അവിടെ കിടന്നോട്ടെ. x into x³ എന്ന് പറഞ്ഞാൽ x⁻4, x into x⁻6 എന്ന് പറഞ്ഞാൽ x⁻7 രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം. അതായത് x⁻m into x⁻n is equal to x⁻m+n. അപ്പൊ x⁻6 + 1 is equal to 7 dx. ഇനി നമ്മള് അതിനെ x വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/3 അതേപോലെ തന്നെ എഴുതാം. x⁻4 ഇന്റഗ്രേറ്റ് ചെയ്താൽ x⁻5/5 മൈനസ് x⁻7 ഇന്റഗ്രേറ്റ് ചെയ്താൽ x⁻8/8. ലിമിറ്റ് -1 to 1. ഇത് നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പൊ 1/3 ഇൻറ്റു 1/5 നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ? എക്സിന് 1 കൊടുത്താൽ 1/5 മൈനസ് -1 ലോവർ ലിമിറ്റ് 1/5 മൈനസ്. ഇനി എക്സിന് നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പൊ 1/8 മൈനസ് -1/8. ഇപ്പൊ 1/3. ഇപ്പൊ 1/5 1/5 എന്ന 1 തന്നെ. ഇതിനടുത്ത് എന്താണ്? -1/5. അപ്പം ഇവിടെ എന്താണ്? ഓടാണ്. അപ്പോ -1ന്റെ പവർ ഓട് വന്നു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് ചെയ്യുന്നത് -1. അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് +1 മൈനസ് 1/8 ഇൻറ്റു എന്താണ്? 1/8. അപ്പൊ 1/8 എന്ന് പറഞ്ഞാൽ ഇവൺ ആണ് പവർ. അപ്പൊ 1 തന്നെ മൈനസ് -1/8. അപ്പൊ അതെന്താണ്? ഇവൺ ആണ് പവർ. അപ്പൊ 1 തന്നെ. അപ്പൊ -1. അപ്പൊ 1 - 1 എന്തായി പോകും? 0 ആയിട്ട് മാറും. അപ്പൊ 1 + 1 എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലെ. അപ്പൊ 2 മേലെ വരുന്നുണ്ട്. 2/3 into 5 എന്ന് പറഞ്ഞാൽ 15. അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ 2/15 ബി ആണ് ഇതിന്റെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത്.
ഇനി അടുത്തത് രണ്ടാമത്തെ പ്രോബ്ലം ആണ്. ഇന്റഗ്രൽ -1 ഇനി അടുത്തത് രണ്ടാമത്തെ പ്രോബ്ലം ആണ്. ഇന്റഗ്രൽ 1 to 2 ഇന്റഗ്രൽ y to 3 minus y dx dy is 1/6 ഓപ്ഷൻ എ, b -1/6, c -1/7, d 1/7. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എക്സ് വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ലിമിറ്റ് എന്താണ്? വൈയുടെ ഫംഗ്ഷൻ ആണ്, y to 3 minus y. അപ്പൊ അത് കറക്റ്റ് ഫോമിലാണ്. ഓക്കെ, അപ്പോ ഇന്റഗ്രേറ്റ് ചെയ്യാം 1 to 2. അത് നമ്മൾ എക്സ് വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോ y അവിടെ തന്നെ ഉണ്ടാവും. y നമ്മൾ എക്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് y to 3 minus y dy. ഓക്കെ, ഇന്റഗ്രൽ 1 to 2 y. ഇനി എക്സിന് നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ആദ്യം നമ്മൾ 3 minus y കൊടുക്കുക. 3 minus y ഇനി മൈനസ് ലോവർ ലിമിറ്റ് y dy. അപ്പോ 1 to 2 y 3 minus y ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -2y dy. ഇനി നമ്മള് ഇതിനെ y വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? y കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ. ഇന്റഗ്രൽ 1 to 2 3y minus 2y square dy. ഇനി നമ്മൾ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3y ഇന്റഗ്രേറ്റ് 3y square divided by 2 minus 2y square ഇന്റഗ്രേറ്റ് 2y cube divided by 3 ഇന്റഗ്രൽ 1 to 2. അപ്പൊ നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കും. അപ്പൊ 3/2 y സ്ക്വയർ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുവാണ് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ മൈനസ് 2/3 ഇൻറ്റു ഇനി 2 ക്യൂബ് മൈനസ് 1 ക്യൂബ്. ഓക്കെ, അപ്പൊ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 into 3 എന്ന് പറഞ്ഞാൽ 9/2 മൈനസ് പിന്നെ അടുത്ത് 2 ക്യൂബ് 8. 8 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 into 2 എന്ന് പറഞ്ഞാൽ 14/3. അപ്പൊ നമ്മള് LCM എടുക്കുകയാണ്. അടിയിൽ നമ്മളുടെ 3 2 6 ആണ്. 27 മൈനസ് 28, അതായത് 9 into 3 27 പിന്നെ 2 into 14 28. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 27 മൈനസ് 28 എന്ന് പറഞ്ഞാൽ -1/6. ഇതാണ് ഓപ്ഷൻ. അപ്പോ ആൻസർ ഇതാണ് -1/6. ഇവിടെ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ 0 to 3 ഇന്റഗ്രൽ 0 to root 9 minus y square 2y dx dy. ഓപ്ഷൻ എ 1, ബി 3, സി 19, ഡി 18. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എക്സ് വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ ലിമിറ്റ് 0 to root 9 minus y square ആണ്. അപ്പൊ ഫംഗ്ഷൻ ഓഫ് y ആണ്. അപ്പൊ ഇത് കറക്റ്റ് ഫോമിലാണ്. അപ്പൊ ഇന്റഗ്രൽ 0 to 3 2y നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വെച്ചിട്ട് 2yx ലിമിറ്റ് 0 to root 9 minus y square dy. ഇത് നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്. ഇന്റഗ്രൽ 0 to 3 2y എക്സിന് നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് root 9 minus y square മൈനസ് 0. അപ്പൊ നമുക്ക് root 9 minus y square തരും. root 9 minus y square dy. ഓക്കെ, അപ്പൊ ഇവിടെയും y ഉണ്ട്, ഇതിനകത്തും y ഉണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ റൂട്ട് ആണ്. അപ്പൊ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ y സ്ക്വയർ ഉണ്ട് അല്ലെ. y സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? 2y ആണ്. അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഒരു മൊത്തം ടേമിന് നമ്മൾ വേറൊരു വേരിയബിൾ ആയിട്ട് എടുക്കുകയാണ്, u ആയിട്ട് എടുക്കുക. u ഇസ് ഈക്വൽ ടു 9 മൈനസ് y സ്ക്വയർ. ഇനി നമ്മൾ യുവിനെ y വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. du/dy. 9 ഡിഫറൻഷിയേറ്റ് ചെയ്ത 0 ആയിരിക്കും. y സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2y. അപ്പൊ ഇവിടെ എന്താ 2y dy മാത്രമേ ഉള്ളൂ. അപ്പൊ dy അങ്ങോട്ട് പോവാ, ഈ മൈനസ് ഇങ്ങോട്ട് മൈനസ് du ഇസ് ഈക്വൽ ടു 2y dy. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇന്റഗ്രേഷൻ root 9 minus y square വരെ നമ്മൾ എന്താണ് u എടുക്കുക. അപ്പൊ root u 2y dy പകരം നമ്മൾ മൈനസ് du. അപ്പൊ root u എന്ന് പറഞ്ഞാൽ u raised to 1/2 ആണ്. അപ്പൊ മൈനസ് ഇന്റഗ്രൽ u raised to 1/2 du. ഇനി ഇതെന്താണ് x ratio n എന്നുള്ള ഫോമാണ്. x ratio n എന്ന് പറഞ്ഞാൽ x ratio n+1 divided by n+1. അപ്പൊ n+1 നമ്മൾ ചെയ്യണം. അപ്പൊ 1/2 plus 1. അപ്പൊ എന്താണ് 2 LCM എടുത്തു കഴിഞ്ഞാൽ 1 into 2 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ 2 plus 1 എന്ന് പറഞ്ഞാൽ 3/2 ആണ് ആൻസർ വരുന്നത്.
അപ്പോ -u⁻³ ഡിവൈഡ് ബൈ 3/2 ലിമിറ്റ് 0 to 3. ഇനി യുവിന് പകരം നമ്മള് 9 - y² ഉണ്ട്. അപ്പൊ മൈനസ് ഇത് അങ്ങോട്ട് മേലേക്ക് പോവാം. 1/3/2 എന്ന് പറഞ്ഞാൽ 2/3 ആണ്. 2/3 യുവിന് പകരം 9 - y² റേസ് ടു 3/2 0 to 3. ഇത് നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പൊ -2/3 9 മൈനസ് അപ്പർ ലിമിറ്റ് 3² റേസ് ടു 3/2 മൈനസ് 9 മൈനസ് 0. അപ്പൊ 9 റേസ് ടു 3/2 കിട്ടും. അപ്പൊ 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 - 9 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 0 ആയി. അപ്പൊ ഈ ടേം പോയി. ഇനി 9 റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ 9 റേസ് ടു 3 into 1/2 എന്നാണ്. അപ്പൊ ഈ 1/2 വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു √9 ഹോൾ ക്യൂബ് എന്നാണ്. √9 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3³ is equal to 27. അപ്പൊ ഇത് 27 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ -2/3 into -27 ഈ മൈനസ്. അപ്പോ ഇത് കട്ടാക്കി പോയിട്ട് എത്രയോ 9 3 27 9. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. അപ്പൊ 9 into 2 is equal to 18. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി നാലാമത്തെ പ്രോബ്ലം ആണ്. ഇന്റഗ്രൽ -2 to 2 -x² to x², ഇന്റഗ്രേഷൻ ഓഫ് x² - y dy dx. ഓപ്ഷൻ എ 120/5, ബി 128/5, സി 130/5, ഡി 138/5. y വെച്ചിട്ടാണ് ഡേറ്റ് ചെയ്യുന്ന അതിന്റെ ലിമിറ്റ് ഫംഗ്ഷൻ ഓഫ് x ആണ്. കറക്റ്റ് ഫോം ആണ്. അപ്പൊ -2 to 2. ഇനി നമ്മൾ y വെച്ചിട്ട് ഇൻഡേറ്റ് ചെയ്യുമ്പോൾ x² ഇൻഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x² into y വേണം. മൈനസ് y ഇൻഡേറ്റ് ചെയ്താൽ y²/2 ലിമിറ്റ് -x² to +x² dx. ഇത് നമ്മൾ yക്ക് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കും. അപ്പോൾ ഇന്റഗ്രേഷൻ -2 to 2. അപ്പോൾ x² കോമൺ എടുത്തു. ആദ്യം yക്ക് നമ്മൾ x² എടുത്തു കഴിഞ്ഞാൽ x² മൈനസ് yക്ക് നമ്മൾ ലോവർ ലിമിറ്റ് -x² മൈനസ് ഇനി 1/2 ഉണ്ടാവും. ഇനി നമ്മൾ yക്ക് നമ്മൾ x² എടുത്തു കഴിഞ്ഞാൽ x² ഹോൾ സ്ക്വയർ മൈനസ് -x² ഹോൾ സ്ക്വയർ dx. അപ്പോ ഇവിടെ വെറും x² ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. അപ്പൊ പ്ലസ് x² into x² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും x⁴. അപ്പൊ -2 to 2 x² പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് x². അപ്പൊ x² പ്ലസ് x² എന്ന് പറഞ്ഞാൽ 2x². 2x² into x² എന്ന് പറഞ്ഞാൽ 2x⁴ മൈനസ് 1/2 into ഇനി x² ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x⁻m into n വരും. m⁻n എന്ന് പറഞ്ഞാൽ x⁻m into n. അപ്പൊ x⁻m into n 2 into 2 എന്ന് പറഞ്ഞാൽ 4 മൈനസ് ഇതിന്റെ അടുത്ത് -x² ഹോൾ സ്ക്വയർ. അപ്പൊ ഈ -x² ഒരു സ്ക്വയറും കൂടി ഉണ്ട് അല്ലെ. -x² ഒരു സ്ക്വയറും കൂടി ഉണ്ട്. അപ്പൊ മൈനസിന്റെ സ്ക്വയർ എന്തായിരിക്കും പ്ലസ് ആയിരിക്കും. x² സ്ക്വയർ x⁴ ആയിരിക്കും. അപ്പൊ x⁴ മൈനസ് x⁴ dx. അപ്പൊ ഇതെന്തായി മാറും? x⁴ മൈനസ് x⁴ എന്തായിരിക്കും 0 ആയിപ്പോ. അപ്പൊ ഈ മൊത്തം ടേം എന്തായിപ്പോ 0 ആയിപ്പോ. അപ്പൊ നമ്മൾ എന്തെങ്കിലും -2 to 2 2x⁴ 2x⁴ dx. ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോ 2x⁴ ഇന്റഗ്രേറ്റ് ചെയ്താൽ 2x⁵/5 ലിമിറ്റ് -2 to +2. അപ്പൊ 2/5 into x നമ്മൾ 2 കൊടുക്കും. 2⁵5 മൈനസ് -2⁵5. അപ്പോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5 2⁵5 മൈനസ് -2⁵5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും -2⁵5 തന്നെയാണ്. മൈനസിന്റെ പവർ മൈനസ് തന്നെയായിരിക്കും. ഇവിടെ 5 ആയതുകൊണ്ട് ഓഡ് നമ്പർ ആണ്, അത് മൈനസ് തന്നെയായിരിക്കും. അപ്പൊ മൈനസിന്റെ മൈനസ് എന്തായി മാറും? +2⁵5 അല്ലെ.
അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁵ പ്ലസ് 2⁵ എന്ന് പറഞ്ഞാൽ 2⁵. 2 into 2 into 2⁵ divided by 5. ഇത് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁵. ഇത്രയാണ് 2⁵ എന്ന് പറഞ്ഞാല് 32 അല്ലേ? 32 into 2 64. 64 into 2 128. 128 divided by 5. ഇതാണ് ഇതിന്റെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. അടുത്തത് അഞ്ചാമത്തെ പ്രോബ്ലം ആണ്. ഇന്റഗ്രൽ 0 to 2 0 to x y root x² minus y² d by dx is option A 1/3, B 2/3, C 1, D 4/3. നമ്മൾ ആദ്യം y വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ ലിമിറ്റ് 0 to x ഫംഗ്ഷൻ ഓഫ് x ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. y റൂട്ട് x² മൈനസ് y². ഇവിടെയും y ഉണ്ട്, ഇവിടെ റൂട്ടിന്റെ ഉള്ളില് y ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാനും പറ്റത്തില്ല. അതിന് വേറെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോ ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ 0 to x. ഇവിടെ y² ഉണ്ട്, അതിന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? 2y ആണ്. ഇവിടെ y ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇത് കിട്ടും എന്നുള്ള കൺസെപ്റ്റ് എടുക്കുക. അങ്ങനെയാകുമ്പോൾ ഇതിന് നമ്മൾ u കൊടുക്കുക. u ഇസ് ഈക്വൽ ടു x² മൈനസ് y². ഇവിടെ y വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ യുവിനെ നമ്മൾ y വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. du ബൈ dy ഇസ് ഈക്വൽ ടു എക്സിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ അത് 0 ആണ്. മൈനസ് y² ചെയ്താൽ 2y. ഇവിടെ y dy ആണ്. ഇവിടെ y ഉണ്ട്, ഇതങ്ങോട്ട് പോകുമ്പോ y dy ആവും. അപ്പൊ -2 ഇങ്ങോട്ട് വരും. അപ്പൊ മൈനസ് du ബൈ 2 ഇസ് ഈക്വൽ ടു y dy. അപ്പോ റൂട്ട് x² മൈനസ് y² നമ്മൾ റൂട്ട് u എന്ന് എഴുതും. പിന്നെ y dy നമ്മൾ മൈനസ് du ബൈ 2 അല്ലെ? du ബൈ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 1/2 എഴുതി. ഇനി നമ്മള് റൂട്ട് യുവിനെ u വെച്ചിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇന്റഗ്രേഷൻ ഓഫ് റൂട്ട് u du നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് u⁵3/2 ഡിവൈഡ് ബൈ 3/2. അങ്ങനെയാകുമ്പോ -1/2 ഇന്റഗ്രൽ 0 to 2 റൂട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ u⁵3/2 ഡിവൈഡ് ബൈ 3/2 ഇവിടെ 0 to x dx. ഈ 2 എന്തേക്കും കട്ടായി പോകും. അപ്പോ വരിക -1/3 ഇങ്ങോട്ട് വന്നിട്ട് 1/3 ഇന്റഗ്രൽ 0 to 2 അല്ലെ? u എന്ന് പറയുന്നത് എന്തായിരുന്നു? x² മൈനസ് y². അപ്പോ x² മൈനസ് y² റേസ് ടു 3/2 0 to x dx. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് yക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമുക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ -1/3 ഇന്റഗ്രൽ 0 to 2. ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് yക്ക് x കൊടുക്കുകയാണ്. അപ്പൊ എന്ത് കിട്ടും? x² മൈനസ് x² അല്ലെ? അപ്പൊ അത് 0 ആയിരിക്കും. അപ്പൊ അത് 0 ആയി. മൈനസ് ഇനി x² മൈനസ് 0² അല്ലെ? 0² ഓൾ റേസ് ടു 3/2 dx. അപ്പൊ കിട്ടും -1/3 ഇന്റഗ്രൽ 0 to 2 അല്ലെ? മൈനസ് x² റേസ് ടു 3/2 അല്ലെ? അപ്പോ x² റേസ് ടു 3/2 dx. അപ്പോ x² റേസ് ടു 3/2 നമുക്കറിയാം. x റേസ് m ഇൻറ്റു x റേസ് n ആണ്. x റേസ് m ഇൻറ്റു n ആണ് അല്ലെ? അപ്പൊ x റേസ് ടു 2 ഇൻറ്റു 3/2. 2 2 കട്ടായി പോയിട്ട് ഇവിടെ എന്ത് മാത്രമേ x ക്യൂബ് വരും. മൈനസും പ്ലസ് ആയി വരും. അപ്പൊ 1/3 ഇന്റഗ്രൽ 0 to 2 x³ dx. x³ ഇന്റഗ്രേറ്റ് ചെയ്താൽ x റേസ് ടു 4. അപ്പോ 1/3 ഇൻറ്റു x റേസ് ടു 4/4 0 to 2 അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് 2 കൊടുക്കും, 0 കൊടുക്കും. 0 കൊടുക്കണ്ട, 2 റേസ് ടു 4 അല്ലെ? അപ്പൊ 1/3 ഇൻറ്റു 4 ഇൻറ്റു
എക്സ് റേസ് ടു 4. അപ്പൊ എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 4 ആണ്. അപ്പൊ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. 4 കട്ടേക്കും 4 കട്ടേക്കും. അപ്പോ 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4/3. അപ്പൊ 4/3 ആണ് ആൻസർ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ 0 to y square e raised to x by y square dx dy is option A 8 into e minus 1 by 3, B 8 e by 3, C 8 into 1 minus e by 3, D 8 by 3 into 1 minus c. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ 0 to 2 0 to y square അല്ലെ. ആദ്യം നമ്മൾ എക്സ് വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലിമിറ്റ് എന്താണ്? 0 to y square ആണ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓഫ് y ആണ്. അപ്പൊ അത് പ്രോപ്പർ ആയിട്ടാണുള്ളത്. അപ്പൊ ഇന്റഗ്രേഷൻ 0 to 2 അല്ലെ. ഇ റേസ് എക്സ് ബൈ വൈ സ്ക്വയർ അതിന്റെ ഇന്റഗ്രേഷൻ എന്താ? ഇ റേസ് ടു എ എക്സ് ഡി എക്സ് ആണെങ്കിൽ എന്താ വരിക? ഇ റേസ് ടു എ എക്സ് ഡിവൈഡ് ബൈ എ ആണ്. എന്ന് പറഞ്ഞാൽ എക്സിന് എന്തുകൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ എന്താ കിട്ടും ഇവിടെ? ഇ റേസ് ടു എക്സ് ബൈ വൈ സ്ക്വയർ ആകുമ്പോൾ ഇ റേസ് ടു എക്സ് ബൈ വൈ സ്ക്വയർ. ഇവിടെ എന്താണ്? എക്സിനെ 1 ബൈ വൈ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോ 1 ബൈ വൈ സ്ക്വയർ കൊണ്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. 0 to y square dy. അപ്പോ ഇന്റഗ്രേഷൻ 0 to 2 അല്ലെ. 1 by y square എന്ന് പറഞ്ഞാൽ y square. ഇത് നമ്മൾ ലിമിറ്റ് കൊടുക്കുക. ആദ്യം എക്സിന് y square കൊടുക്കുക. അപ്പൊ e raised to y square divided by y square മൈനസ് ഇനി എക്സിന് 0 ഉണ്ട്. e raised to 0 by y square എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ് dy. അപ്പൊ 0 to 2 y square അല്ലെ. e raised to 1 e raised to 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ് dy അല്ലെ. ഇതിന്റെ പവർ 0 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ y സ്ക്വയർ വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോ e raised to 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ e raised to 1 മൈനസ് 1 തന്നെ വരും. ഇനി y സ്ക്വയർ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ y ക്യൂബ് ബൈ 3 0 to 2. അപ്പൊ എന്നിട്ടും e മൈനസ് 1 ബൈ 3 ഇൻറ്റു അല്ലെ നമുക്ക് എന്നിട്ടും 2 ക്യൂബ് മൈനസ് 0 ക്യൂബ്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8. 8 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 8 തന്നെ. അപ്പൊ 8 ഇൻറ്റു ഇ മൈനസ് 1 ബൈ 3 അല്ലെ. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 7ാമത്തെ പ്രോബ്ലം ആണ്. ഇവാലുവേഷൻ ഓഫ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ ആർ എക്സ് വൈ ഡി എ ഓവർ ദ റീജിയൻ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ y is equal to 1 by 2x, y is equal to root x, x equal to 2 and x equal to 4. Option A 5 by 6, B 7 by 6, C 11 by 6, D 13 by 6 അല്ലെ. അപ്പോ ഇവിടെ നമുക്ക് ലിമിറ്റ് എടുക്കുന്നതാണ് ഇമ്പോർട്ടന്റ്. ഇവിടെ ഡി എ എന്ന് പറഞ്ഞാൽ എന്താ? ഡി എ എന്ന് പറഞ്ഞാല് ചെറിയൊരു ഏരിയ ആണ് ഡി എക്സ് ഇൻറ്റു ഡി വൈ ഓർ ഡി എ ഇസ് ഈക്വൽ ടു ഡി വൈ ഇൻറ്റു ഡി എക്സ്. ഇതിനകത്ത് നമ്മൾ ചൂസ് ചെയ്യണം അല്ലെ. ഇവിടെ y is equal to ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് y വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. കേട്ടോ, എക്സിന്റെ ലിമിറ്റ് എന്താ? 2 to 4 എന്ന് പറയുന്നത് കോൺസ്റ്റന്റുകളാണ് തന്നിരിക്കുന്നത്. പക്ഷെ വൈയുടെ ലിമിറ്റ് എന്താണ്? ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പൊ നമുക്ക് ഡി is equal to dy ഇൻറ്റു ഡി എക്സ് ആണ് ചൂസ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഡബിൾ ഇന്റഗ്രൽ എക്സ് അല്ലെ. ഡബിൾ ഇന്റഗ്രൽ എക്സ് വൈ ഡി എക്ക് വരും ഡി വൈ ഇൻറ്റു ഡി എക്സ്. ഇനി വൈയുടെ ലിമിറ്റ് എന്താണ്? 1 by 2x പിന്നെന്താണ്? റൂട്ട് എക്സ് എക്സ് 2 to 4. ഓക്കെ, ഇത് നമ്മള് ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ്? 2 to 4 എക്സ് വൈ വൈനെ വെച്ചിട്ട് ചെയ്താല് എക്സ് ഇൻറ്റു വൈ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ലിമിറ്റ് 1 by 2x to റൂട്ട് എക്സ് ഡി എക്സ്. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ 2 to 4 എക്സ് ബൈ 2. ഇതിന്റെ അടുത്ത് എന്താണ്? വൈ സ്ക്വയർ. വൈക്ക് നമ്മൾ റൂട്ട് എക്സ് എടുക്കും. റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്താണ്? റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്രയാണ്? എക്സ് തന്നെയാണ്. ഓക്കെ, അപ്പോ റൂട്ട് എക്സ് സ്ക്വയർ എന്നാണല്ലേ. അപ്പൊ എന്താണ്? എക്സ് റേഷ്യോ 1 by 2 ഇൻറ്റു 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 2 കട്ടായി പോയിട്ട് എക്സ് തന്നെയാണ് ഇത്. അപ്പൊ നമുക്ക് കിട്ടും റൂട്ട് എക്സിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു അപ്പൊ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 by 2x ഹോൾ സ്ക്വയർ ഡി എക്സ്.
ഓക്കെ, ഇനി അടുത്ത് എന്താണ് നമ്മള് ഇന്റഗ്രൽ 2 to 4 x/2. ഇതിനടുത്ത് റൂട്ട് എക്സിന്റെ സ്ക്വയർ എക്സ് ആണ്. അപ്പൊ എക്സ് മൈനസ് ഇനി ഇതിന്റെ സ്ക്വയർ 1/2 സ്ക്വയർ, അപ്പൊ 1/4 എക്സ് സ്ക്വയർ dx. ഓക്കെ, ഇനി നമ്മള് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം എന്ന് പറഞ്ഞാൽ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോ 1/2 അവിടെ കിടന്നോട്ടെ. ഇന്റഗ്രൽ 2 to 4 എക്സിന് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് 1/4 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് dx. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. 1/2 എക്സ് സ്ക്വയറിന്റെ ചെയ്താൽ എക്സ് ക്യൂബ് ബൈ 3 മൈനസ് 1/4 ഇൻറ്റു എക്സ് റേസ് ടു 4/4 2 to 4. അപ്പൊ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും 3 ഇൻറ്റു 2 6 അല്ലെ. എക്സ് ക്യൂബിന് നമ്മൾ എന്ത് ചെയ്യാം 4 ക്യൂബ് മൈനസ് 2 ക്യൂബ്. അപ്പോ 4 ക്യൂബ് മൈനസ് 2 ക്യൂബ്. ഇപ്പൊ 4 ഇൻറ്റു 4 അല്ലെ 16. 16 ഇൻറ്റു 2 32 മൈനസ് 32 ഇവിടെ വരും. 32 വരും. പിന്നെന്താണ് 4/4 മൈനസ് 2/4. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യാ സോൾവ് ചെയ്യാം അല്ലെ. ഓക്കെ, 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 64. അപ്പൊ എന്ത് കിട്ടും 64 മൈനസ് 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ഡിവൈഡ് ബൈ 6 മൈനസ് 4/4. 4/4 എന്ന് പറഞ്ഞാൽ 256. 2/4 എന്ന് പറഞ്ഞാൽ 16. 256 മൈനസ് 256 മൈനസ് 16 ഡിവൈഡ് ബൈ എന്തായിരിക്കും 32. ഓക്കെ, ഇനി അടുത്ത് എന്താണ് 64 മൈനസ് 8 എത്രയാണ് 56. 56 ബൈ 6 മൈനസ് 256 മൈനസ് 16 എത്രയാ 240. 240 ബൈ 32 അല്ലെ. ഇത് നമ്മൾ എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കളയാം. അപ്പൊ 28 ബൈ 3 മൈനസ് 15 ബൈ 2 അല്ലെ. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാല് 3 2 6 ആണ്. 28 ഇൻറ്റു 6 എന്ന് പറഞ്ഞാല് 56. 56 മൈനസ് 3 ഇൻറ്റു 15 45. ദാറ്റ് ഈസ് ഈക്വൽ ടു 56 മൈനസ് 45 എന്ന് പറഞ്ഞാൽ 11/6. ഇതാണ് ഇതിന്റെ ഓപ്ഷൻ 11/6.